എന്താണ് CBR എൻകോഡിംഗ്, എന്താണ് VBR എൻകോഡിംഗ്? അപ്പോൾ രണ്ടിനെ പറ്റിയിട്ട് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ വീഡിയോ എഡിറ്റിങ്ങും സൗണ്ട് എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ടേംസിനെയും പറ്റിയിട്ട് പലയിടത്തായിട്ട് കണ്ടിട്ടായിരിക്കും. മെയിനായിട്ട് ഒരു ഓഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴേ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ സംഭവം കണ്ടിട്ടുണ്ടാവും. സോ എന്താണ് CBR? CBR സ്റ്റാൻഡ്സ് ഫോർ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ് സിംപ്ലി. അപ്പോൾ CBR എന്താന്ന് പറയുന്ന മുമ്പ് ഒരു ഓഡിയോ ഫയൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഈ ഓഡിയോ ഫയലിൻ്റെ അകത്ത് കുറേ ഇൻസ്ട്രുമെന്റ്സ് വരുന്നൊരു ഭാഗവും ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുക. ഒട്ടും ഇൻസ്ട്രുമെന്റ്സ് ഒന്നും ഇല്ലാത്ത വളരെ സൈലന്റ് ആയിട്ടുള്ള ഭാഗം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഭയങ്കര ഇൻസ്ട്രുമെന്റ്സ് ഉള്ള ഭാഗം കുറേ ഡേറ്റ വെച്ച് വേണം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക, നമുക്ക് ചില ഇൻസ്ട്രുമെന്റ്സ് പ്രോപ്പറായിട്ട് കേൾക്കാൻ പറ്റുന്ന വരില്ല. അതുപോലെ ഒട്ടും ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാത്തത് സൈലന്റ് ആയിട്ടുള്ള ഒരു ഭാഗം നോക്കുക. ആ ഭാഗം നമുക്ക് അധികം ഡേറ്റ വേണ്ട എന്തായാലും. പക്ഷെ നമ്മൾ CBR എൻകോഡിംഗ് ആണ് ഈ ഓഡിയോ ഫയലിന് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ എല്ലാ കണ്ടീഷൻസിലും ഇത് ഒരേ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ് ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ് ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ ഫയൽ സൈസ് വളരെ കൂടുതലായിരിക്കും. മേ ബി അത് അത്ര ഫയൽ സൈസ് വേണ്ടതായിരിക്കില്ല. പക്ഷേ ഈ സൈലന്റ് ആയിട്ടുള്ള ഭാഗത്തും ഈ സൈലന്റ് എന്താ പറയുക കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉള്ള ഭാഗത്തും എല്ലായിടത്തും ഇത് ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഒറ്റ ബിറ്റ് റേറ്റ് തന്നെ ഉപയോഗിക്കുന്നതുകൊണ്ടിട്ട് ഇതിന്റെ ഫയൽ സൈസ് വളരെ ഹ്യൂജ് ആയിരിക്കും. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഈ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ് ഉണ്ടല്ലോ, ആ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ് നമ്മുടെ ഓഡിയോയ്ക്ക് ആഡിക്വേറ്റ് അല്ല. അതായത് ഈ കൊടുക്കുന്ന ബിറ്റ് റേറ്റ് കൊണ്ടിട്ട് ഇത്രയും ഇൻസ്ട്രുമെന്റ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ക്വാളിറ്റി ലോസ് ഉണ്ടാവും. അത് നമുക്ക് മറികടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഹയർ ബിറ്റ് റേറ്റ്സ് കൊടുക്കേണ്ടി വരും. അത് ഫയൽ സൈസ് എന്തായാലും കൂട്ടും. അപ്പോൾ ഇത് CBR മോഡ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ലൈവ് സ്ട്രീമിംഗ് പോലത്തെ ഒരു പർപ്പസ്, അല്ലെങ്കിൽ ലൈവ് പെർഫോമൻസസ് ഉണ്ടല്ലോ, സ്റ്റേജ് പെർഫോമൻസസ്, അപ്പോൾ അങ്ങനെയുള്ള കേസസിലൊക്കെ കോൺസ്റ്റന്റ് ബിറ്റ് റേറ്റ് ഉപയോഗിക്കേണ്ടി വരും. എന്താന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ CBR എൻകോഡിങ് വളരെ സ്പീഡാണ്. കാരണം ഒരു ഇത്ര kbps നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതെപ്പോഴും ആ kbps തന്നെ കീപ്പ് ചെയ്താൽ മതി. ഈ സ്ഥലത്ത് ഇത്ര kbps മതിയോ എന്നൊക്കെ എൻകോഡറിന് ചൂസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ലോജിക്കൽ തിങ്കിങ് ഒന്നും നടത്തേണ്ട ഒരു കാര്യം അവിടെ ഇല്ല. എന്ത് കൊടുത്തു അതങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ VBRലേക്ക് വരാം. VBR എന്ന് പറയുന്നത് ഈ CBRന്റെ നേരത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ഹയർ ഡേറ്റ, ഹയർ സ്റ്റോറേജ് യൂസേജ് ഒക്കെ, അപ്പോൾ അതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് VBR മോഡ് വന്നേക്കുന്നത് തന്നെ. VBR മോഡ് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഭയങ്കര കോംപ്ലക്സിറ്റി ഉള്ള ഭാഗങ്ങൾ, അതായത് കുറേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉള്ള ഭാഗങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഭാഗങ്ങളിൽ അത് ഹയർ ബിറ്റ് റേറ്റ്സ് ഉപയോഗിക്കും. അതല്ല സൈലൻസ് ഒക്കെ ഉള്ള ഭാഗങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയ ബിറ്റ് റേറ്റ്സ് ഉപയോഗിക്കും. അപ്പോൾ അതൊരു ലോജിക്കൽ തിങ്കിങ് നടത്തിയായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ VBR എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫ്ലൈൻ പ്ലേ ബാക്ക് ഒക്കെ ഉണ്ടല്ലോ, ഓഫ്ലൈൻ പ്ലേ ബാക്കിനൊക്കെ നമുക്ക് CBR യൂസ് ചെയ്യാൻ പറ്റും, അല്ല VBR യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സ്ട്രീമിംഗ് സർവീസുകളുണ്ടല്ലോ, ലൈവ് സ്ട്രീം അല്ല, സ്ട്രീമിംഗ് സർവീസ്, അതായത് നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ആമസോൺ പ്രൈം ഒക്കെ, അപ്പോൾ അവിടെയൊക്കെ VBR യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കണ്ടീഷൻസ്, അതായത് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കുറച്ചിട്ട് നമ്മളുടെ മാക്സിമം ക്വാളിറ്റി കിട്ടണമെന്നുള്ള കണ്ടീഷൻസ് എല്ലായിടത്തും നമ്മൾ VBR ആണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് VBR അല്ലാണ്ട് വേറൊരു ബെറ്റർ ഓപ്ഷൻ ഇല്ല.